ഹായ് ഫ്രണ്ട്സ് ടൊരട്ടു ഒരു ഗേൾ വന്നായിരുന്നു ഹീറോയ്ക്ക് സീനിയർ മാതിരി. അവളെ പേര് ദിയ പറയായിരുന്നു. ദിയ വല്ല ആളാക്കായിരുന്നു. ഞാൻ പീറ്റേഴ്സ് നമ്മുടെ ഗേൾ ഫ്രണ്ട് അതുമാത്രമല്ല ഫിയാൻസി എന്ന് വല്ല ദില്ല് വല്ല ആക്കായിരുന്നു. അതായത് ആ ഗേൾ മാത്രം ഹീറോമാരോട് പോയിട്ട് അടിക്കായിരുന്നു. അവിടെ വലയായിരുന്നു. ഹീറോമാർക്ക് അവൻ ഡ്രസ്സ് ഇല്ലായിരുന്നു. ഹീറോയിനെ സെറ്റ് അടിക്കായിരുന്നു. ഇത് ദിയാക്ക് കണ്ടായിരുന്നു. ദിയാക്ക് ടെൻഷനായി. ഇവരെ വെക്കാൻ പാടില്ല അവളിങ്ങനെ പറയായിരുന്നു. അങ്ങനെ ഹീറോയിൻ്റെ വാക്ക് പറയാൻ തുടങ്ങിയായിരുന്നു. ജോലി അങ്ങനെ ചെയ്യില്ല, അത് ഇതില്ല ചെയ്യുന്നില്ല എന്നിട്ട് ഹീറോയി വന്നിട്ട് കെയർ ചെയ്യാൻ തുടങ്ങിയായിരുന്നു. ആ കരഞ്ഞിട്ടില്ല പറയായിരുന്നു. മറിച്ച് ആ ദിയ സീനിയർ പറയായിരുന്നു. അത് മൊത്തമുള്ളടി ജിമ്മിനുണ്ടായിരുന്നു. ജിമ്മിന് കേടുമായിരുന്നു. ജിമ്മിൻ ചങ്ങൊക്കെ ഇവിടെ ഞാൻ കരയുന്ന അടുത്ത് വരായിരുന്നു. ജിമ്മിൻ പറയാം സ്റ്റോപ്പ്. അവൾ എന്തോ പറയാൻ പോകുന്നത്. അവർ ആ സീനിയർ എന്നെ തല്ലിടി. ഹീറോയ്ക്ക് തല്ലിയായിരുന്നു. വീടെല്ലാം റെഡായിരുന്നു. തല്ലിടി. അതുമാത്രമല്ല അവർ ഫിയാൻസി അല്ലടി മറിച്ച് ഞാൻ ഫിയാൻസിനെ റൂട്ട് വിട്ടോടി. അവരെന്നെ തല്ലിയത് എന്നെ ഹീറോയ്ക്ക് അറിയായിരുന്നു. മിയ റോസ് സമാധാനമൊക്കെ സാരമില്ലടി സാരമില്ല. അത് മാത്രമല്ലടി അവർ ഫിയാൻസിനെ ഞാൻ നോക്കുമായിരുന്നു. ഇവിടുത്തെ സിയോ അവർ ഫിയാൻസി എനിക്ക് എങ്ങനെ അറിയുമെന്ന് പറഞ്ഞാൽ അവർ 7 സിയോ ആണടി. അവരുടെ ഫിയാൻസി അവരുടെ വൈഫ് ഒരുവേള നമ്മൾ ജോലി പോയി എന്ത് ചെയ്യടി. അങ്ങനെ ഹീറോ ആ ബോസിനോട് ഒന്ന് പറയണ്ടടി എന്ന് പറഞ്ഞ് അവൾക്ക് അറിയായിരുന്നു. ഇതോടെ ജങ്കോക്കും ജിമ്മിനൊക്കെ ഷോക്കായിരുന്നു. ടെൻഷനേറി. പേര് പറഞ്ഞായിരുന്നു. അവർക്ക് മനസ്സിലായി. സീനിയർ പറഞ്ഞ ഓക്കെ ഇവളെ ഗ്രൂപ്പിലുള്ളത്. അത് മാത്രമല്ലടി ഈ സീനിയർക്ക് എന്തായിട്ട് ലൂസ് ഭയങ്കര മിനിക്കാണ്. സാറിൻ്റെ പുറകിൽ നടക്കുക. നമ്മളൊന്നും ചെയ്യില്ല. ഒരുപാട് ഗേൾ ഫ്രണ്ടായി നമ്മൾ എന്താ ചെയ്യാം. ഹീറോ സാറില്ലടി ശരി ഞാനിവരെ സിയോനെ കണ്ടക്കാലോ. അത് മാത്രമല്ല എൻ്റെ മമ്മി ഡാഡി കാണുന്ന ചെക്കനെന്നെ ഞാൻ മാരേജ് കഴിച്ചിട്ട് ഇവൾക്ക് വല്ല ആളാക്കുന്ന കാട്ടുമെന്ന് ഹീറോയിസ് ഒന്ന് പറയായിരുന്നു. ഇത് കേട്ടോ ജിമ്മിനിക്കും ഞങ്ങൾക്ക് ടെൻഷനായി. എന്താ മാരേജ് കഴിക്കുക പറഞ്ഞാൽ ഇവൾ നമ്മൾ ഒരുപാട് പറഞ്ഞു അത് അക്സെപ്റ്റ് എന്ത് ചെയ്യുക. വേറെ വഴിയില്ല. ഇതിക്ക് വേറെ വഴിയില്ല. ശരി ഓക്കെ എന്ന് പറഞ്ഞ് ജിമ്മിൽ പോയിട്ട് ബാക്കിയവർ ഞങ്ങൾക്ക് എല്ലാവരോട് പറഞ്ഞു. അവൾക്ക് ടെൻഷനായി. അവൾ ദിയ എന്ന് വിളിക്ക്. ഹലോ ദിയ. എന്താ സർ? എല്ലാവരോട് വരാൻ പറഞ്ഞു എന്ന് പറഞ്ഞായിരുന്നു. ദിയ വെളിയിൽ പോയിട്ട് എല്ലാവരും വിളിച്ചായിരുന്നു. ദിയ എല്ലാവരും കേട്ടോളൂ. നിങ്ങളോട് ഞാൻ കുറച്ച് പറയാൻ വേണ്ടു. നിങ്ങൾക്കൊരു ഗുഡ് ന്യൂസ് ഉണ്ട്, ഒരു ബാഡ് ന്യൂസ്. എല്ലാവർക്കും ബാഡ് ന്യൂസ് ഉണ്ടാവും, ഗുഡ് ന്യൂസ് ഉണ്ടാവും. അതുമാത്രമല്ല എൻ്റെ ഫിയാൻസിനെ നിങ്ങൾക്ക് ഇൻ്റർവ്യൂ ചെയ്യാനുണ്ട്. ഒരാളാക്കി ഫിയാൻസിയാ ആരാ ഫിയാൻസിയെന്ന് അവൾക്കൊന്നുമില്ലായി. പിന്നെ അവളുടെ ഫ്രണ്ട്സിൽ പറയുന്നത് മച്ചി നിന്നെ പറയാൻ പോവാ. എൻ്റെ ഫിയാൻസിക്കും ഞാൻ സർപ്രൈസാണ് കൊടുക്കാം. എൻ്റെ ഫിയാൻസിക്കും സർപ്രൈസ്. അതുമാത്രം ഫിയാൻസിക്കാരില്ല, ഞാനാണ് അവളെ ഫിയാൻസിയെന്ന്. ഓൾറെഡി ഫാമിലി ഉണ്ടായിരുന്നു. അതുമാത്രമല്ല എൻ്റെ ഫിയാൻസിക്കും മാരേജ് എനിക്കൊരു ഫിയാൻസിയുണ്ട്. അതുമാത്രമല്ല എനിക്ക് മാരേജ് നടക്കാൻ പോവാം. കണ്ടിട്ട് നിങ്ങളെല്ലാവരും വരണം. അതൊരു സർപ്രൈസ്. അതൊന്ന് പറഞ്ഞായിരുന്നു. ഇതോട്ട് എന്ത് മാരേജാ? അതെ എൻ്റെ ഫിയാൻസിക്ക് സർപ്രൈസാണ്. അതുകൊണ്ട് മാരേജ് കണ്ടിട്ട് നിങ്ങൾ വരണം. എവിടെ മാരേജ് നടക്കുന്ന പറഞ്ഞു അത് പറഞ്ഞ് അവർ പോയായിരുന്നു. 7 പേർക്ക് ഭയങ്കര ഹാപ്പി സ്മൈൽ ചെയ്ത് പോയായിരുന്നു. അവൾക്ക് ഷോക്കായിരുന്നു. ഒരുവേള ഞാനായിട്ടിരിക്കുമോ എന്നെ നോക്കിയിട്ട് പോകുന്നത് ഹവില്ലിൻ്റെ മനസ്സിൽ. അങ്ങനെ ദിയാൻ്റെ മനസ്സിൽ ഹീറോയിൻ്റെ മമ്മി ഡാഡി മോളെ എന്താ മോം ഇതായി ഫ്രോക്ക് ഇട്ടു മോം. ഇതെന്താ മോം ഫ്രോക്ക് വെഡിങ് ഡ്രസ്സ് മാറിയുണ്ട്. അല്ല മോം ഇതെന്തെങ്കിലും പറഞ്ഞായിരുന്നു. എല്ലാവരും ഡ്രസ്സല്ല ഹീറോയിൻ ഡ്രസ്സ് ഇട്ടായിരുന്നു. അത് അവൾ വില ആളാക്കിയിട്ട് നല്ല ബ്യൂട്ടിഫുള്ളായി ഡ്രസ്സെല്ലാം ഇട്ട് വരുന്നായിരുന്നു. അത് ദിയോ നല്ല വെഡിങ്. ഹീറോയിനെ കണ്ട് കളിയാക്കാൻ തുടങ്ങി. നീ എന്തടി എൻ്റെ ഹസ്ബൻഡിന് മയക്ക വന്നതാണ്. ഹീറോയിൻ തല്ല സ്റ്റോപ്പ് എന്ന് പറഞ്ഞു. ഹീറോയിൻ അമ്മയോട് അടിയലാണ്. എന്താ അവിടെ നടക്കുന്നത്? നിങ്ങൾ എവിടെ മമ്മിയാണ്. അങ്ങനെ ഹീറോയിനെ ഒരുമാതിരി ചീറ്റ് എന്താ വഴക്ക് പറയായിരുന്നു. ഹീറോയിൻ ആ പെണ്ണിന് മമ്മി പറയാൻ തുടങ്ങി. എൻ്റെ മോക്ക മാരേജ് നിങ്ങളെന്താ ചെയ്യുന്നത്? എല്ലാവരും എൻ്റെ വൈഫിനെ വിളിക്കാൻ പോവാണ് ഫാദേഴ്സ് എന്ന് പറയാൻ തുടങ്ങി. ഹീറോയിൻ്റെ ഡാഡി പിടിച്ചായിരുന്നു ഹീറോയിനെ. സ്റ്റേജിൽ വരാൻ പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞായിരുന്നു. അങ്ങനെ പറഞ്ഞു സ്റ്റേജിൽ വരാൻ. ഹീറോയിൻ്റെ ഡാഡി പിടിച്ചായിരുന്നു. പിന്നെ വില്ലിൻ്റെ ഡാഡി വിളിച്ചുകൊണ്ട് പോയായിരുന്നു. ഫസ്റ്റ് നിങ്ങളവിടെ നിൽക്കുന്നു. ഹീറോയിൻ്റെ ഡാഡി കോൺഷ്യസ് ആയി. ഇവരെന്ത് വിളിച്ചുകൊണ്ട് പോകാൻ? അങ്ങനെ ആ വില്ലിൻ്റെ ഡാഡി വിളിച്ചുകൊണ്ട് പോകാമായിരുന്നു. അപ്പോൾ അവിടെ ഒരു ബോഡി ഗാർഡ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞായിരുന്നു. ബോഡി ഗാർഡ് നിപ്പിയരച്ച് നിങ്ങളെവിടെ പോവാ?
എൻ്റെ മോക്ക് മാരേജാ, അതുകൊണ്ട് വിളിച്ചോണ്ട് പോവാ. നിങ്ങളെ മോളല്ല, മിസ്സസ് മിസ്സസ് ഹീറോയിനെ വിളിച്ചായിരുന്നു. മിസ്സസ് മിയ നിങ്ങൾ സ്റ്റേജിലേക്ക് പോകുമെന്ന് പറഞ്ഞായിരുന്നു. ഹീറോയ്ക്ക് കൺഫ്യൂസ് ആയിരുന്നു. എന്തിനാ എന്നെ വിളിക്കുക എന്ന് പറഞ്ഞ് ഹീറോയിൻ്റെ ഡാഡി ഹീറോയിനോട് ഒന്നും പറയാതെ ഹീറോയിനെ എടുത്തുകൊണ്ട് വീട്ടൂസം പറഞ്ഞ എടുത്ത് എഴുപേര് പറയുന്നു വൈഫി എന്ന് ഹീറോയിനൊക്കെ പറയായിരുന്നു. ഹീറോയ്ക്ക് ഷോക്കായിരുന്നു. എല്ലാവർക്കും പറയുന്നത് കേട്ടോ, ഇവളാണ് എൻ്റെ ഫിയാൻസി, അതുപോലത്തുള്ള ഇവൾക്കും കൂടെ അറിയില്ല. അങ്ങനെയായിട്ട് ഹീറോയിനെ കൂടെ മാരേജ് നന്നായിട്ട് നടന്നു. ദിയക്ക് ടെൻഷനായിരുന്നു. ദിയ പറയാൻ തുടങ്ങി, നിങ്ങളല്ലേ എന്നെ ലവ് ചെയ്യുന്നത്, എനിക്കും മാരേജ് എന്താ ലവാ എപ്പപ്പാ? ഞാൻ പറഞ്ഞാൽ നീ എപ്പം എൻ്റെ ഫിയാൻസിയായ എല്ലാവരോടും പറയണം എൻ്റെ വൈഫിനെ നിങ്ങൾ തല്ലി, അത് മാത്രമല്ല നിനക്ക് ജോബൊന്നുമില്ല. അങ്ങനെ വില്ലിനെ മിരട്ടിയായിരുന്നു. വില്ലിക്ക് പേടിയായിരുന്നു. എല്ലാവരും ഷോക്കായിട്ട് അത് വില്ലിനെ നോക്കുമായിരുന്നു. വില്ലിക്ക് ദിയാക്ക് ഒരുപാട് വീടുകൾ ചേഞ്ച് ആയി. ദിയ പറയാതുണ്ട്, ദിയ പറഞ്ഞേക്കൂ ഇവൾ നിങ്ങൾ മയക്കുകയല്ലേ, അങ്ങനെ ഇങ്ങനെ എല്ലാവർക്കും പറയാമായിരുന്നു. അതുകൊണ്ട് ജെൻ പറയാൻ തുടങ്ങി, എല്ലാവർക്കും ഒരു പ്ലേസ് പോവാം. എല്ലാവരും വിളിച്ചുകൊണ്ട് പോയി പുറത്ത് ഒരു പ്ലേസ്. ശരി, ഓക്കെ. ഞങ്ങൾ എപ്പോഴാണ് ഇവിടെ ഞങ്ങൾ ലവ് സ്റ്റോറി കേൾക്കാൻ നിങ്ങൾക്ക് ഓക്കെ ആണോ? എല്ലാവരും ഓക്കെ സർ പറയും. അങ്ങനെ ജിൻ പറയാൻ തുടങ്ങി ഒരു ഫോട്ടോ. ഇങ്ങനെ ഞങ്ങളെല്ലാം ബിസി ആയിരുന്നു. ബിസിനസ് ഭയങ്കര ടെൻഷനായിരുന്നു. അപ്പോൾ ഒരു കൂട്ടിയായ ഗേൾ നല്ല എൻജോയ് തുള്ളിയോട് വരാൻ. അപ്പോൾ ഫസ്റ്റ് മീറ്റ് നമുക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. നടന്ന കാര്യം പറഞ്ഞു. ഇവൾക്ക് നിറയെ പ്രൊപ്പോസ് വരായിരുന്നു. അതെല്ലാം ഞങ്ങൾ റെഡി ചെയ്യുന്നു. ഹീറോയി പറയുന്നു. അപ്പോൾ അത് നിങ്ങൾ ചെയ്തതാണ്. അത് സീനിയറിൻ്റെ കൈ ജിൻ പറയാൻ തുടങ്ങി. ഇവർ ജങ്കുക്കും ജിമിനാ, ഇവർ രണ്ടുപേരും അവർ ശരിയാക്കി. ജങ്കുക്കും ജിമിൻ ഓക്കെ ബേബി എന്ന് പറഞ്ഞ ഹീറോയി ചിരിക്കുകയായിരുന്നു. അത് മാത്രമല്ല എനിക്ക് കോളേജിൽ പ്രൊഫസർ ഒന്നും വന്നില്ല അല്ലേ, അതുമാണ് എന്തോ പീറ്റേഴ്സ് എന്ന് പറയായിരുന്നു. അതുകൊണ്ട് പീറ്റേഴ്സ് എന്ന് പറഞ്ഞു. അതെ, അത് ഞങ്ങളുടെ ഗ്രൂപ്പ് നെയിമാണ്. ഹീറോ ഷാക്ക് നോക്കാൻ തുടങ്ങി. അതാണോ? അതിന് ജങ്കുക്കിനെ നോക്കാമല്ലോ, ജങ്കുക്ക് കുറേ നോക്കി ചെയ്തിരുന്നു. അതെ നിങ്ങൾ? അതെ, ഞാൻ ഇതിനെ ഫോളോ ചെയ്ത് വന്നായിരുന്നു. ജങ്കുക്കിന് അതെ നിങ്ങൾ ഞാൻ കണ്ടു മതിയായിരുന്നു. കുറച്ച് ഹീറോയിൻ പറയായിരുന്നു. അതെ നിങ്ങൾ കണ്ണ് മാത്രം എനിക്ക് കണ്ടു മതിയായിരുന്നു.